2020, 2021, 2022 ഈ 3 വർഷങ്ങളിലെ NDPS കേസുകൾ, കേരളത്തിൽ നടന്ന NDPS കേസുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു അസാധാരണമായ ഒരു വളർച്ചയാണ് കേരളത്തിൽ ആ കേസുകളിൽ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തീരത്തിൽ നിന്നും, കൊച്ചിയുടെ തീരത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ഒപ്പം നേവിയും നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു അസാധാരണമായ ഒരു ഗ്രോത്ത് ഈ നാർക്കോട്ടിക്സ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും ഇതിന്റെ ഉപഭോക്താക്കളാകുന്നു. ഈ ഒരു ഗ്രോത്തിനെ, അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആശങ്ക ജനിപ്പിക്കുന്ന ഈ ഒരു ടെൻഡൻസിയെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു ശ്രീ CC ജോസഫ്? താങ്ക് യു. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, ഞാനൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, കേരളം ഒരു മാരിടൈം ബോർഡർ ആയതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലേക്ക് സാധനങ്ങളല്ലേ നാർക്കോട്ടിക്സ് എത്തിക്കാനായിട്ടുള്ള ഒരു ഈസി ചാനലാണ്. മാരിടൈം മാത്രമല്ല, പണ്ട് തൊട്ട് കേരള ഒരു ബിസിനസ് എന്നാ പറയുന്നത് ട്രേഡ് റൂട്ടാണ്. അതൊരു ഒരു റീസൺ. രണ്ട്, ഫ്ലഡ്സിന്റെ സമയത്തും കോവിഡിന്റെ സമയത്തും കേരളത്തിലേക്ക് കുറെ സബ്സ്റ്റൻസസ് അല്ലെ കുറെ നാർക്കോട്ടിക് പ്രോഡക്ട്സ് വന്നു. പക്ഷെ കേരളം ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആയ കാരണം അത് കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് പകരം ആ ഫ്ലഡും കോവിഡും കാരണം കേരളത്തിൽ ഇത് സ്റ്റക്കായി. എല്ലാ പ്രോഡക്റ്റ് പോലെ ഇതിനും ഷെൽഫ് ലൈഫ് ഉണ്ട്. ഇത് ഇവർക്ക് പുറത്തു വിടാൻ പറ്റുന്നില്ല. പുറത്തു വിടാൻ പറ്റാതെ ഇപ്പം ഫൈനലി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പിള്ളേരെയാണ്. ഇതൊരു ഗ്രോയിങ് ട്രെൻഡ് ആകട്ടെ. ഞങ്ങളൊരു 8-9 വർഷം മുമ്പേ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വോൺ ചെയ്തതാണ്. ഇഫ് യു ഡോണ്ട് ഇന്റർവീൻ, ഇപ്പം നമ്മൾ ഇന്റർവീൻ ചെയ്തില്ലെങ്കിൽ കേരളത്തിന് യൂത്ത് കാണുകയല്ല. കേരളത്തിലൊരു യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പോപ്പുലേഷൻ കാണുകയല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ യൂത്ത് ഒക്കെ, പ്രത്യേകിച്ച് അങ്ങ് 8-9 വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു, പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷമൊക്കെ ഈ യൂത്ത് ഒക്കെ കണ്ടമാനം ഇതിലേക്ക് ആകൃഷ്ടരാകുന്നു? കേരളത്തിന്റെ സമസ്ത മേഖലകളെയും ഇതിന്റെ ഒരു പിടിമുറുക്കം നാം കാണുന്നു. പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിലാണ് ഈ സിനിമ മേഖലയിലെ ലഹരി ഉപഭോഗവുമായി ബന്ധപ്പെട്ട് സിനിമയുടെ നിർമ്മാതാക്കളുടെ സംഘടന തന്നെ അതിനെതിരെ രംഗത്ത് വരുന്നു. പോലീസ്, ഷാഡോ പോലീസ് സംവിധാനമൊക്കെ ഈ ഷൂട്ടിംഗ് സൈറ്റുകളിലേക്കൊക്കെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി ഇടുന്നു. ഈ ഒരു കോവിഡിന് ശേഷം ഇത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വലിയൊരു മാറ്റം ഈ ലഹരി ഉപഭോഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? ഒരു റീസൺ ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. വളരെ സുലഭമായിട്ട് എവിടെ വേണേലും കിട്ടും. യൂഷ്വലി നമ്മൾ പിസ്സ സിറ്റീസിലൊക്കെ പിസ്സ ഡെലിവറി 30 minutes പറയുന്നത്. പക്ഷെ കേരളത്തിലെ ഡ്രഗ്സിന്റെ അവൈലബിലിറ്റി കേരളം എവിടെയാണേലും, സിറ്റി മാത്രമല്ല കേരളത്തിൽ എവിടെയാണേലും 30 മിനിറ്റിന് മുമ്പേ അവർ പ്രോമിസ് ചെയ്യും. 30 മിനിറ്റ്സിന് മുമ്പേ കേരളത്തിൽ എവിടെയാണെങ്കിലും. കേരളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ബാക്കി സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഒരു സിറ്റി, പിന്നെ നമുക്ക് വില്ലേജസ് എന്ന് പറയാവുന്ന ഒരു ഏരിയ ഉണ്ട്. കേരളത്തിൽ അങ്ങനത്തെ ഏരിയാസ് ഇല്ല. നമുക്കെല്ലാം ഓൾമോസ്റ്റ് സെയിമാ. നമ്മൾ തിരുവനന്തപുരം, എറണാകുളം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് റൂറൽ ഏരിയാസും അർബൻ ഏരിയാസും ഡിവൈഡ് ചെയ്യാൻ ഒത്തിരി അങ്ങനെ ഒരു എന്നാ പറയുന്ന ഒരു ഡിവൈഡ് ഇല്ല. അത് കാരണം തന്നെ ത്രൂ ഔട്ട് കേരള ഈ പ്രശ്നം ഈക്വലി എഫക്റ്റഡാ. സിറ്റീസിൽ കുറച്ച് കൂടുതലുണ്ട്, കാരണം സിറ്റീസിലേക്ക് പുറത്തു നിന്നുള്ള ആൾക്കാർ വരുന്ന കാരണം തന്നെ. പക്ഷെ ത്രൂ ഔട്ട് കേരള ഒരു പ്രത്യേകത പറയാൻ ഇമ്പോർട്ടൻ്റ്. കാരണം ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ട ഈ ഒരു 9-10 വർഷത്തെ ആക്ടിവിറ്റീസിൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിനൊരു കാസ്റ്റ് ഡിവൈഡ് ഇല്ല, ഒരു ജെൻഡർ ഡിവൈഡ് ഇല്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വലി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു റീജൻ ഡിവൈഡ് ഇല്ല. ഇന്ന സിറ്റിയിൽ കൂടുതൽ, ഇന്ന റീജനിൽ കൂടുതൽ എന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു റിലിജൻ ഡിവൈഡ് ഇല്ല. ഇന്ന റിലിജനാ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറയാനില്ല. ഏറ്റവും വലിയ പ്രശ്നം ഇത്രയും നാളും ഇത്, അല്ലെങ്കിൽ കുറച്ചു നാൾ മുമ്പ് വരെ ഇതൊരു കാശുള്ളവരുടെ അല്ലെ പണം ഉള്ളവരുടെ കുറച്ചു പേരുടെ ഒരു പ്രശ്നമായിട്ടായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മുടെ സാധാരണ ഗവൺമെന്റ് സ്കൂൾസിലേക്ക് ഇതിന് എൻട്രി കിട്ടിയ മാത്രമല്ല ലാർജ് നമ്പേഴ്സിൽ ഇതിന് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ ഡ്രഗ്സിന്റെ ഉപഭോഗം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന്, അത് നമ്മുടെ യുവജനതയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. പ്രത്യേകിച്ച്
ഇപ്പൊ പഞ്ചാബ്, കേരളം രണ്ട് സ്റ്റേറ്റ്സിനെയും എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പഞ്ചാബിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപഭോഗം വളരെയധികം കൂടുതലാണ്. പഞ്ചാബ് നമുക്കറിയാം ഇന്ത്യൻ ആർമിയിലേക്ക് വളരെയധികം പേരെ കഴിവും പ്രാപ്തിയുമുള്ള അനേകരെ സംഭാവന ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഒപ്പം കേരളത്തിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ. അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളെ ഈ ഒരു ലഹരി മാഫിയ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രാജ്യദ്രോഹ ശക്തികളുടെ ഒരു കരങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കില്ലേ? വൻകിട ലഹരി വേട്ടകളൊക്കെ നടത്തുമ്പോൾ നമുക്ക് വെളിവാകുന്ന ഒരു കാര്യം, ഇതിന് കൃത്യമായിട്ടൊരു റൂട്ടുണ്ട്. ഒന്ന്, അഫ്ഗാനിൽ ഇത് ഒരു ഫസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു, പിന്നീട് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലെ ലാബുകളിൽ ഇത് അതിന്റെ ഒരു സെക്കൻഡ് പ്രൊഡക്ഷൻ നടക്കുന്നു, പിന്നീട് പാകിസ്ഥാനിൽ നിന്നും ഇറാനിലെ തീരത്ത് എത്തിക്കുന്നു, അവിടെ നിന്നും വലിയ ബോട്ടുകളിൽ കേരള തീരത്തെത്തിക്കുന്നു, അവിടെ ചെറു ബോട്ടുകളിലായി ചെറു സംഖ്യകളിൽ അല്ലെങ്കിൽ ചെറു കിലോകളിലൊക്കെ അത് കേരളത്തിലും ശ്രീലങ്കയിലും മാലദ്വീപിലും ഒക്കെ വിതരണം ചെയ്യുന്നു. അപ്പോൾ രാജ്യദ്രോഹ ശക്തികൾ ഇതിന്റെ പിന്നിൽ ശക്തമായി വ്യക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഒരു സുവ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ ശ്രീ ജോസഫ്? ഇതിന്റെ ഉത്തരം ഗവൺമെന്റാ പറയേണ്ടത്. പക്ഷെ ഇത് ഇപ്പൊ ഒന്നും തുടങ്ങിയതല്ല കേട്ടോ. ഡ്രഗ്സിന്റെ യൂസ് തുടങ്ങിയപ്പോ തൊട്ട് ഈ ചാനലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ചാനലായിട്ടൊന്നും അല്ല ഇപ്പൊ ഡെവലപ്പ് ചെയ്തത്. ദിസ് ഇസ് നമ്മളുടെ സിൽക്ക് റൂട്ട് തൊട്ടുള്ള പണ്ട് തൊട്ട് ഇതേ ചാനൽ യൂസ് ചെയ്തത്. അപ്പം ഞങ്ങള് ഡിസ്കഷനിൽ ചോദിക്കുന്നത് ഇത് ടെററിസം ആണോ ബിസിനസ് ആണോ? ബാക്കി ഉത്തരം അല്ലെ അങ്ങനത്തെ ഒരു ബ്രാൻഡ് പറയേണ്ട ഗവൺമെന്റ്, ഞങ്ങളല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചുള്ള പിള്ളേരെ ഇത് അഫക്റ്റ് ചെയ്യുന്നു, അതിന് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അപ്പം ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് ഇത് കൂടുതൽ ഒരു ബിസിനസ് ആംഗിളിലാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ടെററിസം ആംഗിൾ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന പോക്കറ്റ്സിൽ ഞങ്ങൾ ഒരു ഡിവൈഡും കാണുന്നില്ല. എല്ലാവരും ഈക്വലി എഫക്റ്റഡ് ആവുന്നു, എല്ലാവരും ഈക്വലി പ്രോബ്ലത്തിൽ പെടുന്നു, എല്ലാവരുടെയും കണ്ണുനീര് വീഴുന്നു. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കലി അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഓക്കെ. ഒപ്പം തന്നെ ഈ ബോധവൽക്കരണം എത്രത്തോളം ഒരു എഫക്റ്റീവ് ആകുന്നുണ്ട് കേരളത്തിൽ? ഇപ്പൊ ഒരു ഉദാഹരണം, 2022 പകുതിയോടുകൂടി മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. 2022 ഏകദേശം ലഹരി ഉപഭോഗത്തിന്റെ കാര്യത്തിൽ 3 മടങ്ങ് വർധനവാണ് മുൻ വർഷങ്ങളിലേക്കാൾ കേരളത്തിൽ നടക്കുന്നത്. അതിനുശേഷം വലിയ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, 1 മാസത്തോളം നീണ്ടുനിന്ന ആന്റി ഡ്രഗ് ക്യാമ്പയിനുകൾ, പോലീസ് നിരീക്ഷണമൊക്കെ ശക്തമാകുന്നു. പക്ഷെ അത് കുറെ ഫലപ്രദമാകുന്നുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ നമുക്ക് ദിനംപ്രതി പത്രത്താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്കൂൾ കുട്ടികളിലേക്ക് ഇതിന്റെ ഒരു കടന്നുകയറ്റം വരുന്നു. അപ്പൊ ഈ ഒരു ബോധവൽക്കരണം കുറെ ഒരു എഫക്റ്റീവായി കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരു പേരിനൊരു ബോധവൽക്കരണം, ഒരു ചടങ്ങിനൊരു ബോധവൽക്കരണം അത്തരത്തിലേക്ക് മാറുന്നു എന്നൊരു ആശങ്ക താങ്കൾക്കുണ്ടോ? അങ്ങനെയുള്ള ആശങ്കയില്ല. പക്ഷെ ബോധവൽക്കരണം കൊണ്ട് മാത്രം സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുകയല്ല. നമുക്കൊരു അടുത്ത ഒരു 10 വർഷത്തേക്ക് ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാക്കി നമ്മൾ ഇന്റർവീൻ ചെയ്തില്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷനും ഇല്ല. ബോധവൽക്കരണം തുടക്കം മാത്രമാണ്. ആദ്യത്തെ നമ്മളൊരു 100 മീറ്റർ റേസ് ആണെങ്കിൽ ആദ്യത്തെ ഒരു 10 മീറ്റർ മാത്രമേ ബോധവൽക്കരണം ആവുന്നുള്ളൂ. ബാക്കി നമ്മൾ പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജിക്കലി ലോങ് ടേം ഇന്റർവെൻഷൻ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പല രാജ്യങ്ങളും ഇത് സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഐസ്ലാൻഡിക് മോഡലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് റിസൾട്ട് കിട്ടുകയില്ല. 2-3 വർഷം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടോ അല്ലെ 1 മാസം 2 മാസം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടോ റിസൾട്ട് കിട്ടുകയില്ല. നമ്മൾ സമൂഹം ഒന്നിച്ച് നിന്നൊരു 8 to 10 yearsന്റെ ഒരു ലോങ് ടേം കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, നേരത്തെ അങ്ങ് പറഞ്ഞു ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർക്കതൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചു. ഒരു വളരെ ബ്രീഫായിട്ട് അവർ അവലംബിച്ച ഒരു മോഡലിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട്, നമുക്ക് സമയപരിമിതിയുണ്ട്, വളരെ ഒരു ഷോർട്ടായിട്ട് ഒന്ന് അവതരിപ്പിക്കാൻ സാധിക്കും. ഏറ്റവും സിമ്പിൾ ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് പറയുന്നത് ഓൾട്ടർനേറ്റ് പെർസ്യൂട്ട്സിലേക്ക് ഇതിന്റെ ശ്രദ്ധ തിരിച്ചുവിടുക. പിള്ളേർക്ക് വേറെ ഒരു ലഹരി കൊടുക്കുക. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് ഫുട്ബോൾ ആയിരിക്കും, അല്ലെങ്കിൽ തിയേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ മ്യൂസിക് ആയിരിക്കും. വേറെ ഒരു ഹൈ കൊടുക്കുക. അതിലേക്ക് പിള്ളേരെ നമുക്ക് ഇന്നത്തെ ഒരു പ്രശ്നം എന്താ, 4 മണിയാകുമ്പോൾ സ്കൂൾ അടയ്ക്കുന്നു, പിള്ളേർക്ക് കളിക്കാൻ സ്ഥലങ്ങളില്ല, പിള്ളേർക്ക് പോകാൻ വേറെ ഒന്നുമില്ല, അവരവരുടെ ചെറിയ ചെറിയ ഗ്രൂപ്പ്സിലേക്ക് വരുന്നു. അപ്പം പിള്ളേരെ ഓൾട്ടർനേറ്റ് ആക്ടിവിറ്റീസിലേക്ക് എൻഗേജ് ചെയ്യാന്ന് തന്നെയാണ് ഇതിന്റെ ഒരു ലോങ് ടേം സൊല്യൂഷൻ. അപ്പൊ ഐസ്ലാൻഡിക് മോഡൽ ആണ് ദ മോസ്റ്റ് ഫേമസ് മോഡൽസ്. അപ്പൊ അതിന്റെ ഒരു കീപ് ചിൽഡ്രൻ എൻഗേജ്ഡ് ഇൻ ഓൾട്ടർനേറ്റ് ആക്ടിവിറ്റീസ്. അപ്പൊ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഷുവർലി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും.